അപ്പോൾ ഗൈസ് ഇന്ന് അത്തമായിട്ട് ഞങ്ങൾ പാലക്കാട് നിന്ന് വളക്കനാഥ മൈതാനത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് വളക്കനാഥ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും വലിയ അത്തപ്പൂക്കളോടൊന്നും നടന്നിട്ട് വന്നതാണ് കേസ്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് ജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേസ്. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ പൂക്കളമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അത് കാണാനുള്ള തിരക്കാണ് ഈ കാണുന്നത് ഫുള്ളായിട്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു കേസ്. എന്താ പറയുക, നമ്മൾ 2-3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇവിടെ വന്ന് അത്തപ്പൂക്കളം കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടാറുണ്ട്. എന്തായാലും വടക്കനാഥൻ്റെ ക്ഷേത്രം മുമ്പിലിട്ടിരിക്കുന്ന നമുക്ക് അത്തപ്പൂക്കളം നമുക്ക് കണ്ടാലോ. അപ്പോൾ ഈ വർഷത്തെ അത്തം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. പതിവിലും കൂടുതലുള്ള തിരക്കാണ് ഇവിടെ കാണാൻ പറ്റിയത്. അതുകൂടാതെ തന്നെ കച്ചവടങ്ങൾ തകൃതിയായി നടക്കുന്ന ഒരു സമയം കൂടിയാണ് കേസ്. അത്തം മുതൽ തിരുവോണം വരെ ഇവിടെ നല്ല കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വടക്കനാഥ ക്ഷേത്രത്തെ തൊഴുതാൻ വരുന്നവർക്കും ഇപ്പോൾ അടിപൊളി പൂക്കളവും കണ്ട് ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും പർച്ചേസൊക്കെ ചെയ്തിട്ട് പോകാട്ടെ കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഭാഗത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നത്. മെയിനായിട്ട് പൂക്കച്ചവടമാണ് കേസ് അടിപൊളിയായിട്ട് നടക്കുന്നത്. പിന്നെ പല രീതിയിലുള്ള കച്ചവടങ്ങൾ ഈ ഭാഗത്ത് കാണാനുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ മൺപാത്രങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മൺപാത്രങ്ങളാണ് ഇവിടെ കച്ചവടം. അതുകൂടാതെ കുട്ടികൾക്കുള്ള ടോയ്സുകളൊക്കെ വെക്കുന്ന ഒരു ഷോപ്പുകളൊക്കെ ഈ ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് എന്താ പറയുക, നല്ല മനോഹരമായിട്ടുള്ള മാവേലികളും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് പൂക്കച്ചവടങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ ഗൈസ്. നല്ല രീതി എല്ലാ തരത്തിലുള്ള പൂക്കളും ഈ ഭാഗത്ത് കിട്ടാനുണ്ട്. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുമ്പിൽ കാണുന്ന ആ ഭാഗത്താണ് കേസ് പൂക്കച്ചവടങ്ങൾ തകൃതിയായി നടക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള, അതായത് വളരെ മനോഹരമായിട്ടുള്ള, അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള വ്യത്യസ്ത തരം പൂക്കൾ, എല്ലാ പൂക്കളും നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേസ്. അപ്പോൾ നമ്മുടെ അത്തം മുതൽ തിരുവോണം കഴിയുന്നവരെ ഇവിടെ പൂക്കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ടാണ് ഈ പൂക്കച്ചവടങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വരിക, വടക്കനാഥ ക്ഷേത്രത്തിൽ തൊഴുതാൻ വരുന്നവർ അത്തപ്പൂക്കളൊക്കെ കാണാൻ വരുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പൂക്കളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് തിരിച്ചു പോകാം കേസ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റി, ഭഗവാനെയൊക്കെ കണ്ട് തൊഴുതി ഇവിടുത്തെ ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാൻ കേസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യേണ്ട കേസ്. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോകൾ, നമ്മുടെ പാലക്കാടിലെ കാഴ്ചകളും പാലക്കാടിലും ഇതേപോലെ ചന്തകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേസ്. നമ്മുടെ കോട്ടൻ്റെ ഫ്രണ്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ പാറമേക്കാവ് ദേവീക്ഷേത്രത്തിന് നേരെ മുമ്പിലുണ്ടല്ലോ വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ, അവിടെ ഫുള്ള് പൂക്കച്ചവടമാണ് കേട്ടോ. ഓണത്തോടനുബന്ധിച്ച് പൂക്കച്ചവടമാണ്. കാണിച്ചു തരാട്ടെ കേസ്.